ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് വേണ്ടത് കേട്ടോ. ഇതാ സന്തോഷം. അമ്മ കുറച്ചും കൂടെ കൊണ്ടുവരട്ടെ? എല്ലാം പൊട്ടിക്കുവോ? എന്തുപറ്റി? മോത്തിക്കായോ? കണ്ണിലായോ? കണ്ണുമായി? അത് സാരല്ല, പയറല്ലേ. അമ്മയ്ക്ക് ഇനി അടുക്കള പണിക്കൊക്കെ സഹായിക്കുമോ ഈ കുട്ടി? അമ്മ കുറച്ചുകൂടെ പയർ കൊണ്ടുവരട്ടെ? നല്ല സ്വന്തം കുട്ടിയാണോ? എന്താ ഒരെണ്ണൊക്കെ കൊണ്ടുവന്നത്? നല്ല കുത്താണെങ്കിൽ ഒരെണ്ണം കൊണ്ടാ. കുട്ടി പണി എടുക്കല്ലേ? പൊട്ടിക്കാ. ഇതൊക്കെ ഇനി ചെറുതാവണം. എന്താ ഇങ്ങനെയാണ് പൊട്ടിക്കുക. ഇങ്ങനെ ചെറുതാക്കി വെക്കണം കേട്ടോ. എനിക്ക് ഒരെണ്ണം കൊണ്ടാവും. ഒരെണ്ണം കൊണ്ടാന്ന് ചോദിക്കുന്ന തിന്നാനാ? എന്ത് ജോലി ചെയ്യല്ലേ? എന്റെ പയറായിരിക്കും വേണ്ട. നന്ദ, ഇതൊക്കെ ഇത്ര വലിയ കഷ്ണം പറ്റൂല. ഇതാ ഇങ്ങനെ ചെറുതാക്കണം. ഇത്ര ചെറിയ കഷ്ണാക്കണം. ഇത് വലിയ കഷ്ണാണോ? ഇതാ ഇങ്ങനെ ചെറുതാക്കണം. ഇങ്ങനെ. ഇത് കഴിഞ്ഞാൽ അമ്മ അടുത്തത് കൊണ്ടുവരാം കേട്ടോ. കഴിഞ്ഞില്ലേ ഇതുവരെ? ഒന്ന് വേഗം ആക്കിക്കൂടെ? നല്ല ഒച്ച വരുന്നുണ്ട് അല്ലേ? ടിക് ടിക്ന്ന് വരുന്നുണ്ട് അല്ലേ? ഇത് എവിടുന്നാ പഠിച്ചതൊക്കെ? ഇതാരും പഠിപ്പിക്കണ്ടല്ലോ അല്ലേ നന്ദ? നശിപ്പിക്കാൻ നമുക്ക് പണ്ടേ അറിയാലോ അല്ലേ? അല്ലേ? കുറച്ചും കൂടി തരട്ടെ? കുറച്ചും കൂടി തരട്ടെ? ഒടിക്കുവോ? എന്താ നന്ദ പണിയെടുക്കുകയാണെന്ന്. വേണ്ട വേണ്ട പറയും. നന്ദ ഒറ്റയ്ക്ക് ചെയ്തോളും. നന്ദ ഒറ്റയ്ക്ക് ചെയ്തോളും. കഴിഞ്ഞതോ? ഇതൊക്കെ വലിയ കഷ്ണങ്ങളാണ് നന്ദ. ഇതൊക്കെ പൊട്ടിക്കണം. എന്ന് കണ്ടോ? ഇങ്ങനെ എങ്ങനെ അങ്ങനെ പൊട്ടിക്കണം. കണ്ടോ? വലിയ കഷ്ണങ്ങൾ ഇങ്ങനെ പൊട്ടിക്കണം. ഇത്ര വലുതൊന്നും പറ്റൂല. കുരുക്കെ ഉണ്ടാവും. കുരു കളയാനുള്ളതല്ല കേട്ടോ. ഇഷ്ടായില്ല? കുരു വേണം. കുരു നമുക്ക് വേണം. കളയരുത്. അയ്യോ, കുരു ഒക്കെ അതാക്കണ പെറുക്കി കളയുന്നേ. ഈശ്വര, എത്ര കുരു എന്താ പെറുക്കി കളഞ്ഞിരിക്കുന്നേ? കുരു ഇതിൽ വേണം കേട്ടോ. കറി വെക്കാ കുരു. ഇതും കൂടി പൊട്ടിക്കില്ലേ? എന്താ ഇത്ര വലിയ പീസൊന്നും ഇടല്ലേ? ഇത്ര വലുതൊക്കെയാണോ ഇടുക? അക്കുന് കൊടുത്ത പണി നന്ദയ്ക്കൊന്ന് കൊടുത്തു നോക്കിയതാണേ. നന്ദയ്ക്ക് അടുക്കളയിൽ വന്ന് ആ വീതനേൻ്റെ മുകളിൽ കയറിയിരിക്കണം എന്നുള്ള വാശിയായിരുന്നു കേട്ടോ. അപ്പം അതിപ്പോൾ മാറിക്കിട്ടി. ആളിവിടെ ഇരുന്ന് ജോലി ചെയ്യാണ്. മതിയായോ? നമ്മ എടുത്തോണ്ടോട്ടെ. മതി. അമ്മ നന്നാക്കുന്നാല് ചെയ്യോ? എന്നാ വേഗം ചെയ്യ്. വേഗം. എനിക്ക് നേരമില്ല. അക്കുച്ചേട്ടന് മാത്സ് എക്സാമാണ്. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് ഇപ്പോൾ ഞങ്ങൾ കേട്ടോ. എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മന്ത് മൊത്തം എക്സാമാണ് അല്ലേ? അത് കഴിഞ്ഞാൽ വെക്കേഷൻ ഉണ്ട് അല്ലേ? നാട്ടിൽ പോവും. എഴുത്. വേഗം ചെയ്യേ. അതും കൂടി കഴിഞ്ഞാൽ ഇത് വേഗം തീർത്താൽ അടുത്ത പണി തരാം കേട്ടോ.
ആ അങ്ങനത്തെ തരാം. അക്കൊന്നൊരു ഇഞ്ചി അരിഞ്ഞാണേ. കുറച്ച് കഴിഞ്ഞ കണക്ക് ഈ അടുക്കളപ്പണിയൊക്കെ ഞാൻ ചെയ്യിക്കും. ഈ വിഷമിപ്പിക്കല്ലേ. അങ്ങനെയല്ല, ഈ കൊതിയൊക്കെ ഞാൻ മാറ്റി തരും. കുറച്ച് കഴിഞ്ഞാൽ ഒന്നങ്ങോട്ടായ അടുക്കളപ്പണിയൊക്കെ അമ്മ പഠിപ്പിച്ചു തരാം കേട്ടോ. പോയി എഴുതടാ. ഇതെന്താ പണി നടക്കണില്ലല്ലോ? ഹലോ സാറേ, പണി നടക്കണില്ലല്ലോ. കുരു പെറുക്കിക്കൊണ്ടിരിക്കുകയാണോ? പയറിന് ഇങ്ങനെ ഒരു കുരു ഉണ്ടെന്ന് എന്താ ഐഡന്റിഫൈ ചെയ്ത് ഇപ്പോഴാണ് അല്ലേ? പയറിന് കുരു ഉണ്ടെന്ന് ഇപ്പോഴാണ് നന്ദയ്ക്ക് മനസ്സിലായത്. പയറിന് കുരു ഉണ്ടെന്ന് നന്ദയ്ക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ആ കുരു ഉണ്ട്. എന്തായി, വേഗം തീരുവോ? നമ്മപ്പോ വരാട്ടോ. വേഗം ശരിയാക്കി വെക്കണേ. പോയി ആയിക്കോട്ടെ അക്കു, ഓൾ അതൊക്കെ ചെയ്തില്ലേ, അത്ര മതി കേട്ടോ. ഇതാ മോൾ ഇതും കൂടി ഉണ്ട് കേട്ടോ പൊന്നു. കാല് ശരിക്ക് വെച്ചിരിക്കും, കാല് ശരിക്ക് വെച്ചിരിക്കണം. മെല്ലെ മെല്ലെ ചെയ്താ മതി. ഒക്കെ ആക്കിയോ? കഴിഞ്ഞിട്ടില്ല, കുറച്ചുകൂടെ ഉണ്ട്. ഇരിക്കൂ, കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ. അയ്യോന്നോ, കുഴങ്ങിയോ നന്ദ? കുഴങ്ങിയോ നന്ദ? കുഴങ്ങിയോ? ശരിക്കും കുഴങ്ങിയോ? അമ്മ സഹായിക്കണോ? അമ്മ സഹായിക്കണോ പൊന്നൂനെ? അമ്മ സഹായിക്കണോ? അമ്മയും കൂടെ സഹായിക്കാം കേട്ടോ. ഇനിയില്ല, കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ കേട്ടോ. അമ്മ സഹായിക്കട്ടെ എന്നാല്. എല്ലാം ഫിനിഷ് ആയല്ലോ. എന്തോ എല്ലാം നല്ല സുഖത്തോടെ ചെയ്താണ്. അമ്മേനെ മോളെ അത്രയും ഹെൽപ്പ് ചെയ്തത് അമ്മേനെ. അക്കെന്താ അതിനെക്കാട്ടും നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടില്ലേ? ചെയ്യും, നന്ദി ചെയ്യും. നന്ദി ഹെൽപ്പ് ചെയ്യും അമ്മേനെ, അക്കു ഹെൽപ്പ് ചെയ്യും അല്ലേ? ഗുഡ് ഗേൾ ആണല്ലേ? അക്കു ഗുഡ് ബോയ് ആണല്ലേ? കുരുണ്ടോ? കണ്ടോ? എന്താ കുരു തിന്നോ? അയക്ക് തുപ്പൊന്നും ചെയ്യരുത് അക്കു. അക്കു ചെയ്തതാ നല്ലത് കേട്ടോ. അക്കു ചെയ്തതാണ് സൂപ്പർ. അക്കു സൂപ്പർ ആയിട്ട് കേട്ടോ. ഗുഡ് ഗേൾ ആണ് അതിന്റെ മോള്. കുരുവിനെ കത്രിക വെച്ച് അരിഞ്ഞു തന്നു അല്ലേ? കണ്ടോ, ഗുഡ് ഗേൾ ആണ് അങ്ങനെ മോള്. ഒന്നും കൂടി പൊട്ടിച്ചിട്ടോ കേട്ടോ. അങ്ങനെ 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 എല്ലാം പൊട്ടിച്ചിരുന്നേ. കുഴങ്ങിയോ? മതി കേട്ടോ, എന്റെ കുട്ടി കുഴങ്ങി. കുഴങ്ങി അമ്മന്റെ കുട്ടി. വായോ, അവിടെ പോയി ഇരിക്കുന്നതാണ്. മതി, അമ്മ പോയി കുഴങ്ങി.